ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് 4 മണി സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. പണ്ടത്തെ ആളുകളൊക്കെ കൂടുതലായും ചെയ്തു വന്നിട്ടുള്ള ഒരു പഴമയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, ഒരുപാട് ചേരുവകളൊന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ പായസം എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ അവരതാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗോതമ്പ് കാച്ചിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. അതിനായിട്ടൊരു 3.5 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം, കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും മിക്സ് ആക്കി എടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ച ഗോതമ്പ് പൊടി ആയതുകൊണ്ട് വല്ലാതെ ലൂമി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നങ്ങനെ അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് വെള്ളം എടുത്തിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. എന്നിട്ട് വെള്ളം അത്യാവശ്യം ഒന്ന് ചൂടായി തിളയ്ക്കാനൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുക. ചിലപ്പോൾ അടിയിൽ പോയിട്ട് ഇരിക്കുന്നുണ്ടാവും പൊടി. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയം മുതൽ ഇനി തീ വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം, അതായത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു പൊടി വേവിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയായി കിട്ടും. പക്ഷേ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കുറുകുകയും ചെയ്യും, ആ ഒരു വെന്ത ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് ഇതുപോലെ കുറച്ചൊരു കട്ടിപ്പായിട്ട് തുടങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ തന്നെ ഏകദേശം ഗോതമ്പ് പൊടി വെന്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്കിനി ശർക്കരയും കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. ഈ ഒരു രീതിയിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഉരുക്കിയെടുത്തതാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 180 ഗ്രാം ശർക്കര, ഒരു ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം കൂടെ, ഒരുപാട് വെള്ളമല്ല, ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളവും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്താണ്. ആ പൊടിയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കാണുന്ന സമയത്ത് ഭയങ്കര മധുരമാണോ തോന്നും, ഇല്ല, പക്ഷേ പാകം മധുരം തന്നെയാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ആദ്യം ഒരു 1/4 ഭാഗത്തോളം ശർക്കര പാനി ഒഴിച്ചിട്ട് മധുരം നോക്കിയിട്ട് ബാക്കി കൂടെ ഒഴിച്ച് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ഇനി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് തിളച്ച് കുറച്ചുകൂടെ ഒന്ന് കുറുകിക്കോട്ടെ, ഒന്ന് എല്ലാം കൂടെ മിക്സായി തിളച്ച് വരട്ടെ. അത്യാവശ്യം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഫ്ലേവർ നോക്കിയിട്ട് എത്രയ്ക്ക് വേണമെന്ന് വെച്ചെടുക്കുക. പിന്നെ വേണമെങ്കിൽ ചുക്കുപൊടിയൊക്കെ വേണമെങ്കിൽ ആ ഒരു ഫ്ലേവർ ശർക്കര ആയതുകൊണ്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ഇത്തിരി ഇട്ട് കൊടുക്കട്ടെ. ഞാനിപ്പോൾ എന്തായാലും ഇട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മൊത്തത്തിൽ ആ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട ശർക്കര ആയതുകൊണ്ട് തന്നെ, എന്നാലും മൊത്തത്തിൽ ആ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നല്ലോണം തിളച്ച് വന്നോട്ടെ. ഇനി ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. എന്നാലും ഇത് ഒരുപാട് സമയമൊന്നും വേണ്ട, ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി കഴിയും കേട്ടോ. നമ്മൾ ആ വെള്ളം വെച്ച് തിളച്ച് പിന്നെ ഗോതമ്പൊടി വേവുന്ന ഒരു സമയം തന്നെ മതി. പിന്നെ ഒരു പാകത്തിന് കുറുകലായി കിട്ടുക. പിന്നെ ഇത് എപ്പോഴും നല്ലോണം ഇതുപോലെ നല്ലോണം ഒന്ന് തിളച്ച് മേലേക്ക് വന്നോട്ടെ. ആ ഒരു ഗോതമ്പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി നല്ലൊരു രുചിയായിട്ട് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് ഇനി നമ്മൾ ഒരുപാട് സമയം ഇട്ടിട്ട് ഇത് കറക്റ്റ് ഭയങ്കരമായിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. വലിച്ചു കുടിക്കാൻ പാകത്തിനുള്ള സംഭവം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതൊന്നങ്ങ് ചൂടാറുമ്പോൾ ഒരു ഇത്തിരി കൂടെ കട്ടി വെക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇട്ട് കുറുക്കണ്ട. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് നല്ല തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും തേങ്ങ എടുക്കുമ്പോൾ നല്ല ഇളയ തേങ്ങ, ഒരുപാട് മൂപ്പില്ലാത്ത തേങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ അടുത്തുള്ളത് കുറച്ചൊരു മൂത്ത തേങ്ങയാണ്, എന്നാൽ ഇളയ തേങ്ങയാകുമ്പോൾ കുറച്ചുകൂടി നന്നാവും. എന്നിട്ട് അത് കൈ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഞവടി കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് ഒരു ഇത്തിരി തേങ്ങാപ്പാൽ അതിൽ നിന്ന് വന്നിട്ടുണ്ടാവും, പക്ഷെ ഇത് കടിക്കാനും കിട്ടും ആ ഒരു ടേസ്റ്റിൽ കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ചേർത്തിട്ട് പിന്നെ കുറേ സമയം തിളപ്പിക്കൊന്നും വേണ്ട, ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ കുടിക്കുന്ന സമയത്ത് ഈ തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അധികം മൂപ്പില്ലാത്ത തേങ്ങ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. പിന്നെ ഇത് കാണുമ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ലാസ്റ്റ് ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത്. എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, അത് വേറൊരു ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് ലാസ്റ്റ് ഒരു ഇത്തിരി കട്ടിയുള്ള തേങ്ങാപ്പാലൊക്കെ ചേർക്കുക. പക്ഷെ നമ്മളിപ്പോൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു പണ്ടൊക്കെ ചെയ്ത പോലെ തന്നെ ആ ഒരു ടേസ്റ്റ് വളരെ സിമ്പിളായിട്ട് തേങ്ങാപ്പാൽ എടുക്കേണ്ട പാടൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന റെസിപ്പി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ ചൂടിൽ തന്നെ നമുക്ക് കുടിക്കാം. അപ്പോൾ പഴയ ആളുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അതായത് എക്സ്ട്രാ ഇനി നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിരുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇത്തിരി നെയ്യിൽ കുറച്ച് കാഷ്യൂ മുന്തിരിയും കൂടെ വറുത്തിടുന്നുണ്ട്. വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, പണ്ടത്തെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ വെറുതെ ആ ഒരു തേങ്ങ കടിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇതും കുഴപ്പമില്ല.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നോക്കുമ്പോൾ ഒരു ഇത്തിരി ലൂസാണെങ്കിലും ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ കുടിക്കാൻ പാകത്തിന് ഒരു ചെറിയ ചൂടാവുകയും ചെയ്യും, കുറച്ചുകൂടെ ഒരു കട്ടിപ്പ് കിട്ടുകയും ചെയ്യും. അത് വെച്ചിട്ട് ഒരുപാട് കുറുകിയിട്ടും അല്ല, എന്നാൽ ഭയങ്കര ലൂസും അല്ലാത്ത ഒരു വലിച്ചു കുടിക്കാൻ പാകത്തിനുള്ള നല്ലൊരു ഡ്രിങ്കായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഇതൊരു ചെറിയ ചൂടിൽ ഗ്ലാസ്സിലേക്ക് എടുക്കുമ്പോൾ കണ്ടില്ല, പാകത്തിനുള്ള ഒരു കുറുകലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴയ ആളുകൾ കൂടുതലായിട്ടും ചെയ്തു വരുന്നിട്ടുള്ള റെസിപ്പിയാണ്. ഞാനും സത്യത്തിൽ മറന്നിരിക്കുന്ന റെസിപ്പി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു റുബിനാമ ഉണ്ട്, അപ്പോൾ ആമ അങ്ങനെ ഓർമ്മിപ്പിച്ചപ്പോൾ ചെയ്തതാണ്. ആമ ഒരുപാട് റെസിപ്പീസ് പറഞ്ഞിരുന്ന ആളാണ്. ആമക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ എന്തായാലും. പിന്നെയെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അറിയുകയാണെങ്കിലും മറന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും കാണുന്ന സമയത്ത് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.